കുറച്ചധികം നാളായിട്ട് നൈനുവിനെ പാർക്കിൽ കൊണ്ടുവന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ് പറ്റിക്കാൻ തുടങ്ങിയിട്ടെ. അപ്പോൾ ഇന്ന് എന്തായാലും അതങ്ങ് സാധിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് കണ്ടാണ് അവിടുത്തെ കുറച്ച് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ, അതിൽ കൈക്കുഞ്ഞുങ്ങൾ വരെ ഉണ്ട് കേട്ടോ. അവർ ഈ ടെൻറ്റിലാണ് താമസിക്കുന്നത്. എനിക്ക് അത്ഭുതം തോന്നി. കാര്യം ഇത്രയും ഭയങ്കര തണുപ്പാണ് ഇവിടെ, നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ല. അവർക്ക് ശീലമുണ്ടെങ്കിലും തണുപ്പ് ഇവരെങ്ങനെ സർവൈവ് ചെയ്യുന്നു എന്ന് ഓർത്തിട്ട്. അപ്പോൾ ഇതേ നമ്മൾ ഫസ്റ്റ് മാളിൽ എത്തിയപ്പോൾ തന്നെ ഫസ്റ്റ് കണ്ടത് ഉള്ളത് പ്ലേ ഏരിയയാണ്. അപ്പോൾ നൈനിനെ അങ്ങ് നമ്മൾ നിർത്തിയപ്പോഴത്തേക്കും അവളെന്തോ ഭയങ്കര എന്താ പറയുക, വലിയ ഇതൊന്നും വെച്ചാൽ അവിടെ കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും പുള്ളിക്കാരി ആക്റ്റീവ് ഒന്നും അല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ അവളെയും കൊണ്ട് നേരെ ഫുഡ് കോർട്ടിലോട്ടാണ് പോയത്. പിന്നെ നമ്മളിങ്ങനെ ഇറങ്ങിയതിന് ഒരു ഉദ്ദേശവും കൂടി ഉണ്ട്. നമ്മളെപ്പോഴും ഇങ്ങനെ വിചാരിക്കും ഇത്രയും, അതായത് നമ്മളിപ്പോൾ ക്വാർട്ടേഴ്സിലാണെങ്കിലും സത്യം പറഞ്ഞാൽ നമുക്ക് ഫാമിലി ടൈം കിട്ടാറില്ല. ഹസ്ബൻഡിന് എപ്പോഴും ഡ്യൂട്ടി, പിന്നെ നൈറ്റ് ഡ്യൂട്ടി, ഡേ ഡ്യൂട്ടി, അങ്ങനെ ഷിഫ്റ്റായിട്ട് ഭയങ്കര ബിസി ലൈഫാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ കുറേ നാളുകൊണ്ടേ വിചാരിക്കുകയാണ് ഇങ്ങനൊന്ന് പുറത്ത് പോകണം, നമ്മളായിട്ടുള്ളൊരു ടൈം നമുക്ക് കണ്ടെത്തണം. അതിനൊന്നും പറ്റിയിട്ടില്ല. നമ്മൾ പ്ലാൻ ചെയ്തിരുന്നതുകൊണ്ട് പറ്റിയിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ പ്ലാനൊന്നും ചെയ്യാതെ പെട്ടെന്ന് നമുക്ക് അതിനൊരു അവസരം കിട്ടിയപ്പോൾ നമ്മൾ പിന്നെ ഒന്നും നോക്കിയില്ല. പെട്ടെന്ന് എന്താ പറയുക, റെഡിയായി ഇറങ്ങി ഒരു യാത്ര അങ്ങ് വന്നു. യാത്രയൊന്നുമല്ല, ഒരു മാളിലോട്ട് അങ്ങ് വന്നു. ഇങ്ങനെ വന്നിരിക്കുന്നതിൽ എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചധികം സമയം കിട്ടാറുണ്ട്. എന്താ പറയുക, ബാക്കി എല്ലാ തിരക്കുകളും എല്ലാം മാറ്റി വെച്ചിട്ട് നമ്മൾ ഫാമിലിയായിട്ട്, അതായത് നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് പിന്നെ കുഞ്ഞ്, അങ്ങനെയൊക്കെയുള്ളൊരു ട്രാക്കിലോട്ട് നമുക്ക് വന്നെത്താൻ പറ്റുന്നത് ഇങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു സമയങ്ങളാണ് കേട്ടോ. ഞങ്ങളത് നന്നായിട്ട് എൻജോയ് ചെയ്തു. ഞങ്ങളല്ല, നൈനും അത് നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്കിത് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അവൾക്കും ഒരു എൻജോയ്മെൻറ്റ്, ഞങ്ങൾക്കും ഒരു സന്തോഷം. അങ്ങനെ അതേ നമ്മളൊരു 2-2.5 മണിക്കൂർ മാളിൽ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് പോകുന്ന വഴിക്ക് ഒന്നും കൂടെ നൈനൂസിനെ ഒന്ന് എന്താ പറയുക പാർക്കിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലോട് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.